ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 7-ാം വാക്യം. നിങ്ങളുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. ഇന്ന് സകല വിശുദ്ധരുടെയും തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുന്നു. ഇന്നത്തെ വചനത്തില് എൻ്റെ ഈശോ എനിക്കൊരു ആശ്വാസം നൽകുകയാണ്. നിന്റെ തലമുടി ഇഴ പോലും എണ്ണി തിട്ടപ്പെടുത്തിയ ഒരു ദൈവം നിനക്കുണ്ട്. നീ ആരെയും ഭയപ്പെടേണ്ട. നിന്റെ ഈ ലോക ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മിശിഹായെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ന് സകല വിശുദ്ധരുടെയും തിരുനാളില് ഈ ഒരു വചനഭാഗം നമുക്ക് വായിക്കാനായിട്ട് തന്നത്. എന്താണ് വിശുദ്ധര് ചെയ്തത്? അവരുടെ ജീവിതത്തില് അവരാരെയും ഭയപ്പെടാതെ മിശിഹായെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് തയ്യാറായി. മിശിഹായെ കുറിച്ച് പറയുന്നതിന് അവർക്കൊരിക്കലും ഒരു പേടിയുമില്ലായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഭയമുണ്ടല്ലേ, മറ്റുള്ളവരോട് പങ്കുവെക്കാനായിട്ട്. പലതിനെയും ഭയന്ന് ജീവിക്കുന്ന വ്യക്തികളായിട്ട് മാറിയ ദൈവത്തെ അല്ല ഭയം, ഈ ലോകത്തെയും ലോകത്തിലുള്ള വ്യക്തികളെയും ഭയന്ന് അവരെ പ്രീതിപ്പെടുത്താനായിട്ട് നെട്ടോട്ടം ഓടുന്ന വ്യക്തികളായിട്ടൊന്ന് മാറുക. ദൈവത്തെ ഭയപ്പെടാനായിട്ടോ അവന്റെ വചനം അനുസരിച്ച് ജീവിക്കാനായിട്ടോ പലപ്പോഴും നമ്മുടെ ജീവിതത്തില് നമ്മൾ പരിശ്രമിക്കുന്നില്ല. പക്ഷേ ഓരോ വിശുദ്ധനും വിശുദ്ധയും ഈ ലോക ജീവിതത്തില് ഒരേ ഒരാളുടെ വാക്കിന് മാത്രമേ പ്രാധാന്യം കൊടുത്തിട്ടുള്ളൂ. അത് ദൈവത്തിന്റെയാണ്. ആ ദൈവത്തിന്റെ വാക്ക് കേൾക്കാനായിട്ട്, ആ വാക്കനുസരിച്ച് ജീവിക്കാനായിട്ട് അവർ ഒത്തിരിയേറെ ത്യാഗം ജീവിതത്തിൽ ഏറ്റെടുത്തിട്ടുണ്ട്. അവരുടെ ഇഷ്ടങ്ങള് ഒത്തിരിയേറെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാനായിട്ട് തയ്യാറായി. കാരണം ദൈവവചനത്തിന് അവർ പ്രാധാന്യം കൊടുത്തു. കാരണം തമ്പുരാന്റെ വചനത്തിന് എൻ്റെ ജീവിതത്തില് ഞാൻ പ്രാധാന്യം കൊടുത്താൽ എന്നെ കരുതുന്ന എൻ്റെ ദൈവം എന്നെ സംരക്ഷിക്കും. സ്നേഹമുള്ളവരെ, ഈ സകല വിശുദ്ധരുടെയും തിരുനാൾ ദിനത്തില് നമ്മുടെ ജീവിതത്തില് നമുക്കും എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഈ ഭൂമിയിൽ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുവാനായിട്ട് നമ്മൾ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ മിശിഹായെ സന്തോഷത്തോടുകൂടി പങ്കുവെച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.